പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാത ധ്യാനത്തിനായി 91 സങ്കീർത്തനം 16 വാക്യം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ആരാണ് നമ്മുടെ ദൈവം? രക്ഷ കാണിച്ചു നൽകുന്ന ദൈവം. സ്തോത്രം. കൊടും വനത്തിൽ അകപ്പെട്ടതായ ഒരു വ്യക്തിക്ക് ആ വനത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ വ്യാകുലപ്പെട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന പോലെ ചില പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അകപ്പെട്ട നമ്മൾ ഇന്ന് പകൽക്കാലം എവിടെ പോയാൽ രക്ഷ കിട്ടുമെന്ന് ആലോചിച്ച് നടക്കുന്നവരായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളോട് പറയുവാനായി, ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് രക്ഷകനായ കർത്താവ് കൂടെയുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടില്ല. നമ്മുടെ ദൈവം ആരാണ്? രക്ഷിക്കുന്ന ദൈവമാണ്. അബ്രഹാമിനെ വിടുവിച്ച ദൈവം, അതേ ചന്ദ്രക്ക് മേശക്ക് അഭയദ്രകവും 3 ബാലന്മാരെ തീച്ചുളയിൽ നിന്നും രക്ഷിച്ചവനായ ദൈവം. സ്തോത്രം. സിംഹത്തിന്റെ ഗുഹയിൽ നിന്നും അതേ ദാനിയേലിനെ വിടുവിച്ചവനായ ദൈവം. ഇന്ന് പകൽക്കാലം ആ രക്ഷകനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കാര്യം കുറുകിയിട്ടില്ല. വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കുക. നിങ്ങൾ എത്രവിധ കഷ്ടതയുടെ നടുവിലായാലും, എത്ര വേദനയിലായിരുന്നാലും, എത്ര പ്രയാസത്തിലായിരുന്നാലും ദൈവം നിങ്ങളെ രക്ഷിക്കും. ഇന്ന് പകൽക്കാലം ആ രക്ഷകന്റെ കരവിത നീട്ടി നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. ആ കർത്താവിന്റെ കരത്തെ പിടിച്ചിട്ട് പറ, കർത്താവെ എന്നെ രക്ഷിക്കണമേ, എന്നെ ഈ താണകുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും ഞാൻ ആയിരിക്കുന്നു, അവിടെ നിന്നും എന്നെ ഉയർത്തണമേ എന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട്. താണകുഴിയിലും കുഴിഞ്ഞ ചേറ്റിലുമായിരുന്ന നമ്മെ കരം പിടിച്ചുയർത്തി ക്രിസ്തുവാകുന്ന പാറമേൽ ഉയർത്തുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ പകൽക്കാലം അവന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. രക്ഷിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ കരം വെച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.